തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ആ വാക്ക് പാഴ്വാക്കായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ക്ഷുഭിതനാവുകയും ചെയ്തു. ദേശീയ നേതൃത്വത്തിന്റെ അനുമതി കൂടി ലഭിക്കേണ്ടതിനാലാണ് പട്ടിക വൈകുന്നതെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ അങ്ങ് പട്ടിക പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി. നിങ്ങളുടെ വിശ്വാസം കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി നാളെയാണ് ചേരുക. നാളെ ചേർന്നാൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. മത്സരിക്കുന്നതിൽ എന്തെങ്കിലും ചർച്ച നടന്നു? അത് AICC ഹൈക്കമാൻഡ് തീരുമാനിക്കും. കാരണം പല MP-മാരും ഇപ്പോൾ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തുടങ്ങി. ലയബിലിറ്റി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലും അഭിപ്രായ വ്യത്യാസം തുടരുന്നു. നേതാക്കൾ തമ്മിൽ തർക്കം രൂക്ഷമായതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത VG ചേരുന്നു. വിനീത, കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ എവിടെ വരെയായി? നേതാക്കളെല്ലാം ഇപ്പോൾ ഡൽഹിയിൽ തന്നെയാണല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ പട്ടികയ്ക്ക് എപ്പോൾ അംഗീകാരം നൽകും എന്നാണ് കരുതുന്നത് വിനീത? ദിലീപ് കുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ കേരള ഹൗസിലാണ്. ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്കും ചർച്ചകൾക്കും ശേഷം നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിലെ ഈ കേരള ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 7 മണിയോടുകൂടി പ്രത്യേകം ഒരു നേതൃയോഗം കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ കോർ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് ഒരു 2-3 മണിക്കൂറോളം ആ കോർ കമ്മിറ്റി യോഗം നീണ്ടു നിന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുമായും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയുമായും കേരളത്തിൽ നിന്നെത്തിയ കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. ആദ്യഘട്ടത്തിൽ ഇന്ന് ആദ്യഘട്ട പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പട്ടിക ഉണ്ടാകില്ലെന്നും അതിൽ തിടുക്കമില്ലല്ലോ എന്നുമാണ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. നാളെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. അതിനുശേഷം പട്ടിക പ്രഖ്യാപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തീയതി പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമെന്നും അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും ഒക്കെയാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് 24 മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് വീണ്ടും ചർച്ചകൾ തുടരുന്ന നിലയിൽ തന്നെയാണ് ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുടെ സ്ഥിതിഗതികളുള്ളത്. അവർ ഇന്നും കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ നാളെ പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ പാലക്കാട് വരെയുള്ള മണ്ഡലങ്ങളിലെ ചർച്ചകളൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് 2ാം ഘട്ട ചർച്ചകൾ നടക്കുന്നുവെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ തെക്കൻ മേഖലകളിലേക്കടക്കം വലിയ രൂക്ഷമായിട്ടുള്ള ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിനിടയിലാണ് സുധാകരൻ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. കെ സുധാകരന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. MP-മാർ മത്സരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഈ പട്ടിക ഇങ്ങനെ നീണ്ടുപോകാൻ ഇടയാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.